നൗഷാദിൻ്റെ ഒരു ഭീഷണി നോക്കി നിങ്ങൾ, ഭയങ്കര ഭീഷണി കേട്ടോ. നൗഷാദ് ഒരു ഭീഷണിപ്പെടുത്തുന്നുണ്ട് മലപ്പുറത്ത്. എന്നാന്ന് കേട്ടോളിട്ടോ. അല്ലോ പേടിച്ചോളിയേ. നമുക്കെതിരില്ല. ഈ നാറിയ പണിയിൽ നിന്ന് അണികളെ മാറ്റി നിർത്തിയില്ലെങ്കിൽ അതുറപ്പ് തന്നെയാണ്. നാറിയ പണിയിൽ നിന്ന് അണികളെ മാറ്റി നിർത്തിയിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. മര്യാദക്ക് മാറ്റി നിർത്താൻ പറഞ്ഞോളാം. മര്യാദക്ക് എൻ്റെ ശേഖനോടൊന്ന് പറഞ്ഞോളാം, കോമാട്ടുചാലിൽ അദ്ദുവിനോട്. ഇത് ശരിയാവില്ല. വിഡ്ഢിത്തങ്ങൾ പറയുന്ന അവസ്ഥയിൽ ഈ ബിസിനസ്സുമാനും നിയൽവാദിയും നിയന്ത്രിച്ച് ആളുകളെ ഇളക്കിവിട്ട് സോഷ്യൽ മീഡിയയിൽ മശായിഖന്മാർക്കെതിരെ കുതിര കയറുകയാണെങ്കിൽ ഒരു മശായിഖിന്റെ നേരെയും കുതിര കയറിയിട്ടില്ല അഖിലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ. കാട്ടുകള്ളന്മാരെ കുതിര കയറിയിട്ടുണ്ട്. അത് ഇനിയും കയറും. കാട്ടുകള്ളന്മാരെ കുതിര കയറും. ഞാൻ ഷെയ്ഖാണെന്നും പറഞ്ഞുകാണ്ട് ഇറങ്ങിക്കാണ്ട് കാട്ടിൽ പോയി കുത്തിരുന്നുകാണ്ട് 4 ഹദീസും അതുപോലെ തന്നെ 4 സൂറത്തും കാണാതെ പഠിക്കുക, അതുപോലെ 4 ഹദീസും കാണാതെ പഠിക്കുക, മൗലൂദ് കിതാബിലുള്ള കുറച്ച് ബെയ്ത്തും പഠിച്ചു കണ്ടിട്ട് പുറത്തിറങ്ങിയിട്ട് ഏതെങ്കിലും കുതികണെത്തുമ്പോൾ ആരാ ഷെയ്ഖുൻ വ മുരീദ് എന്നൊക്കെ പറഞ്ഞിട്ട് ചങ്കും കൊല്ലിയും പൊട്ടിച്ച അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പറയുന്നത് ചെയ്യും. കാട്ടുകള്ളന്മാർ തന്നെയാണ് ഓല്. ഞങ്ങൾ എടുത്തു വച്ച ചില ക്ലിപ്പുകൾ ഞങ്ങൾക്ക് വിടേണ്ടി വരും. ഞാൻ ആമുഖം പറയുന്നതിൽ വെച്ചാൽ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമായിരിക്കും. അന്നെന്നാ ഞങ്ങൾ മൊത്തം വെല്ലുവിളിക്കാണ്. ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തുള്ളൊരു ക്ലിപ്പ് എടുത്തു വെച്ചതാണ്. വിടടാജ് ഇജ് വിട്ടിയിലും വലുത് ഇനി എന്താ വിടാൻ? എൻ്റെ അടുത്ത് ക്ലിപ്പ് ഉണ്ടായിട്ട് ഇജ് എടുത്ത് വെച്ചിക്കേ. എന്നാ അത് ഖിയാമത്ത് 9ാമത്തെ അടയാളേക്കാരം. എൻ്റെ അടുത്ത് ക്ലിപ്പ് ഉണ്ടായിട്ട് എടുത്തേക്കുക എന്നുള്ളതുണ്ടെങ്കിൽ ഇനി സൂര്യ അവിടുന്ന് ഉദിച്ചാൽ മതിയാവും. ഓൻ്റെ അടുത്ത് ക്ലിപ്പ് ഉണ്ടായിട്ട് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തായിരിക്കും. ഇജാരെ ഭീഷണിപ്പെടുത്തുന്നത്? ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ കോമാടനെയും അന്നയും മൊത്തം വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ താങ്ങാൻ കഴിയാത്തൊരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഇതൊന്ന് വിട്ടാം. നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ക്ലിപ്പ് ഞങ്ങളെടുത്തുണ്ട്. പക്ഷെ അത് വിടൽ ചിലപ്പോൾ അത്ര അനുവദനീയമായിക്കൊള്ളണം എന്നില്ല എന്നുള്ള നിലക്കാണ്. നിയമപരമായിക്കൊണ്ട് അത് ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ടാണ്. മനസ്സിലായി എനിക്ക്? ഞങ്ങളുടെ അടുത്ത് അതിലും വലിയ ക്ലിപ്പുണ്ട്. എൻ്റെ സ്വതീയ വലുത് വിടലും അതുപോലെ തന്നെ മറ്റേ പോക്കലൊക്കെ ഉണ്ടല്ലോ, സുനീറിൻ്റെ പോക്കലുണ്ടല്ലോ. അത് കണ്ടിക്കണത്? ആ വീഡിയോ കണ്ടിക്കണത്? സുനീറിൻ്റെ ഒരു പോക്കലൊക്കെ ഉണ്ട്. അതൊക്കെ ശരിക്കും ഞങ്ങളെ കയ്യിലുണ്ട്. അതിൻ്റെ വീഡിയോ സഹിതം ഞങ്ങളെ കയ്യിലുണ്ട്. അത് ഞങ്ങൾക്ക് വിടാൻ ഞങ്ങൾക്ക് ഒരു ലജ്ജ ഉണ്ടേനും. അതുകൊണ്ടാണ് ഞങ്ങളത് പിടിച്ചു വെക്കണത്. യൂട്യൂബിൽ ഞങ്ങളത് പിടിച്ചു വെക്കണത്. മനസ്സിലായി കജ്? ഞങ്ങൾ വിട്ട് കഴിഞ്ഞാൽ സുനീറിൻ്റെ ഈ കോമാളിത്തരം ഉണ്ടല്ലോ, സുനീറിൻ്റെ കുടുംബം തന്നെ തെറ്റിപ്പോവും. ഓൻ്റെ ഭാര്യയൊക്കെ ഇട്ടെറിഞ്ഞു പോവും. ഓൻ്റെ കുട്ടികളെ മൂത്തുക്കോനും നോക്കാൻ കഴിയൂല. ഓൻ്റെ കുടുംബത്തിൻ്റെ മൂത്തുക്കോനും നോക്കാൻ കഴിയൂല. ഒരാളെയും മൂത്തുക്കോ നോക്കാൻ കഴിയൂലാണ്. അങ്ങനത്തെ ക്ലിപ്പ് ഞങ്ങളെ കയ്യിലുണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് നോട്ടീസ് ഉണ്ടാക്കണത് ഞങ്ങളെ ഓൺലൈൻ മുഫ്തി എനിക്ക് എൻ്റെ വീഡിയോ എനിക്ക് ചെയ്തു തരുന്ന ഇങ്ങോട്ട് വിടല്, എൻ്റെ സെപ്പറേറ്റേക്ക് വിടല. ഞാൻ ഇത് എന്ത് പറഞ്ഞാലും മുണ്ടൂല. അങ്ങനത്തെ എന്നിട്ട് ഞങ്ങളടുത്ത എല്ലാ വീഡിയോ ഉണ്ടോ? എന്നാൽ ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ വെല്ലുവിളിക്കാണ്. അങ്ങനെ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്തൊരു വീഡിയോ നിൻ്റെ അടുത്തുണ്ടെങ്കിൽ വിടജ്. ധൈര്യം ഉണ്ടെങ്കിൽ വിട്. ആനക്കൊക്കെ ഏറ്റവും നല്ല ഏതാ റിജ്? ഭീഷണിപ്പെടുത്തുന്നത് എങ്ങനെയാണ് റിജ്? അത് ആര് പറഞ്ഞ മാതിരി അറിയോ? എൻ്റെ പമ്പേഴ്സ് പറയും. പമ്പേഴ്സ് ഒന്നും പറഞ്ഞു കൊടുത്താ വെറുതെ കോഴിക്ക് മുല വരും എന്ന് പറഞ്ഞ കോഴി കുട്ടികളായിട്ട് നടക്കുമ്പോൾ അങ്ങനെ പറയും, ഇപ്പം മുല വരുമെന്ന്. മക്കൾ എല്ലാവരും നടക്കാണ്, കോഴി പിന്നെയും അതിന് ആവേശം കൊടുക്കും. അതെ, അത് ഇതിന് എനിക്ക് പമ്പേഴ്സിനൊരു ബിഗ് സല്യൂട്ട് ഉണ്ട്. ഇത് പറഞ്ഞത് ശരിയാണ്. കോഴിക്ക് മുല വരും എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പം എന്ന് പറഞ്ഞാണ്ട് പേടിപ്പിച്ച. 2013 ശേഷം ഏത് പരിപാടി വെക്കുകയാണെങ്കിൽ ആ പരിപാടിയിൽ ഇന്നത്തെ പരിപാടിയോടുകൂടെ നിങ്ങളെ കുഴിച്ചു മൂടും എന്ന് പറയലുണ്ട്. ഇന്നത്തെ പരിപാടിയോടുകൂടെ കുഴിച്ചു മൂടും. ഇനി കുഴിച്ചു മൂടി നൗഷാദ് മറ്റേ
കുഞ്ഞേമ കുഴിച്ചുമൂടിയ ഭയങ്കര രസം ഉണ്ടാന്ന് കേട്ടോ. ഈ മുഹറം മാസത്തിൽ നമ്മൾ ഖബറടക്കുകയാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറ. മുഹറം മാസത്തിൽ ഇപ്പൊ ഏപ്പിക്കാർ ഒന്നിച്ചങ്ങോട്ട് കുഴിച്ചു മൂടി, ഒന്നിച്ച് മലപ്പുറത്ത് വന്നുകാണ്ടേ ഒന്നിച്ചങ്ങോട്ട് കുഴിച്ചു മൂടി. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറ. കഴിഞ്ഞു. എല്ലാവരും എന്ത് ചെയ്തു? ഏപ്പിക്കാർ ഒന്നടങ്കം എന്ത് ചെയ്തു? മറവ് ചെയ്തു. അതിനേറ്റവും നല്ലത് ആരാ മറുപടി അറിയാനോ? നമ്മളെ സക്കരിയ സലാഹിയാണ് ഏറ്റവും നല്ലത്. സക്കരിയ സലാഹി ഒന്നങ്ങോട്ട് വന്നു കൊടുത്താണ്, എന്നിട്ട് ഒന്നും പറഞ്ഞു കൊടുത്തളി. ഇതിപ്പോൾ നമ്മളെ സക്കരിയ സലാഹിക്ക് പറയാനുള്ളതാണ്. ഇപ്പം ഇബലി കാട്ടിക്കൂട്ടിന്. എന്നാൽ ഈ നൗഷാദ് ഈ കാട്ടിക്കൂട്ടി കൊണ്ട് നടക്കുന്നത്, നൗഷാദ് എത്രമാത്രം സുന്നീസ് ഉണ്ട്, ഷിയായിസ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ് നൗഷാദിൻ്റെ ഈ കാട്ടിക്കൂട്ടൽ, നൗഷാദിൻ്റെ പോക്ക് എങ്ങോട്ട് എന്നുള്ളത് നേർക്ക് നേരെ കണ്ടോത്തര ആര്? നമ്മളെ ബാലുശ്ശേരി നേർക്ക് നേരെ കണ്ടിട്ടുണ്ട്. ബാലുശ്ശേരി പറയുന്നുണ്ട്, അതൊന്ന് കേട്ടോക്കാണെങ്കിൽ ബാലുശ്ശേരി അതാ പറയുന്നത്. നല്ലൊരു തെളിവാ ബാലുശ്ശേരിയാ പറയുന്നത്. നിങ്ങൾ നോക്ക്, നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന ഏറ്റവും പിഴച്ച, മാനവ ചരിത്രത്തിലെ ഏറ്റവും പിഴച്ചൊരു ജന്മം ഫിറൗനൊന്നല്ല, നൗഷാദ് അഹ്സനി എന്ന് പറഞ്ഞ സാധന. അതിനകത്തു ഓൻ എല്ലാ ദിവസവും പ്രസംഗിക്കുക. ഇറാനിൽ നിന്ന് കോടിക്കണക്കിന് ഉറുപ്പിയോന് കിട്ടുന്നത് ഷിയായിസം വളർത്താൻ. ജൂതന്മാര് വന്നിട്ടാണ് ഓന്റെ കുരുവട്ടൂർ പോയിട്ട് ഓഫീസിൽ മീറ്റിംഗ് കൂടുന്നത്. എന്റെ കണ്ണുകൊണ്ട് കണ്ട സുഹൃത്തുക്കളെ, എയർപോർട്ടിൽ നിന്ന് ഓന്റെ ടീം ഈ ജൂതന്മാരെയും കൂട്ടി ഇറാനിൽ നിന്ന് വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് എന്റെ യാത്രയിൽ ഞാൻ